നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു അറിയിപ്പിലേക്ക് സ്വാഗതം. ഏറ്റവും പ്രധാനപ്പെട്ട സർക്കാർ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും അറിയിപ്പിലേക്ക് സ്വാഗതം. സംസ്ഥാന ബജറ്റ് ഇന്നാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. കേന്ദ്ര ബജറ്റിലെ അവഗണനയ്ക്ക് പരിഹാരമായി ധനമന്ത്രി KN ബാലഗോപാൽ സംസ്ഥാന ബജറ്റിൽ എന്ത് കരുതിവെക്കും എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. മുണ്ടക്കൈ ചൂരന്മഴ പുനരധിവാസം, വിഴിഞ്ഞം തുറമുഖ പദ്ധതി, ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കൽ തുടങ്ങി പ്രതീക്ഷകൾ നിരവധിയാണ്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന സമ്പൂർണ്ണ ബജറ്റ് ക്ഷേമ പെൻഷൻ 2500 രൂപയാക്കി വർദ്ധിപ്പിക്കുമോ എന്നുള്ളതും പ്രാധാന്യമാണ്. ക്ഷേമ പെൻഷൻ 2500 രൂപയാക്കി വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞ് അധികാരത്തിലെത്തിയ സർക്കാരാണിത്. അവസാന സമ്പൂർണ്ണ ബജറ്റിലെങ്കിലും ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നാണ് അറിയുന്നത്. ക്ഷേമ പെൻഷൻ 100 രൂപയോ അതോ 200 രൂപയോ വർദ്ധിപ്പിക്കും എന്ന് ആണ് അറിയാൻ കഴിഞ്ഞത്. അതിനുള്ള സാധ്യതയുണ്ട്. പക്ഷേ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ സംസ്ഥാന സർക്കാരിന് പൂർത്തിയാക്കാൻ നിരവധി ഉത്തരവാദിത്തമുണ്ട്. മുണ്ടക്കൈ ചൂരന്മല പുനരധിവാസത്തിന് പ്രഥമ പരിഗണന നൽകുമോ അതോ വിഴിഞ്ഞം അടിസ്ഥാന സൗകര്യ വികസനത്തിനാകുമോ പ്രാധാന്യം? കേന്ദ്ര ബജറ്റിലെ അവഗണന മറികടക്കാനും ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്താനും എന്തു ചെയ്യുമെന്ന ചോദ്യം പ്രധാനമാണ്. കിഫ്ബി റോഡുകളിലെ യൂസർ ഫീയിൽ മന്ത്രിസഭ തീരുമാനമെടുത്തിട്ടില്ല. ബജറ്റിൽ ഇതിൽ പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നതും അറിയേണ്ടതുണ്ട്. ബജറ്റിന് മുന്നോടിയായി മദ്യവില ഉയർത്തിയിരുന്നു. ഇനി ബജറ്റിൽ ഉയർത്താൻ സാധ്യത കുറവാണ്. പ്രളയം, കിഫ്ബി മുതൽ റോഡ് സുരക്ഷാ സെസ് വരെ 6 സെസ്സുകൾ ഇപ്പോൾ പിരിക്കുന്നുണ്ട്. എന്തായാലും ക്ഷേമ പെൻഷനിൽ 1600 രൂപ വിതരണം ചെയ്യുന്നത് ഇനി മുതൽ 1700 രൂപയാക്കി വർദ്ധിപ്പിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. ഇത് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന സാധാരണ ജനങ്ങൾക്ക് വളരെയധികം ആശ്വാസം തന്നെയായിരിക്കും. വരും ദിവസങ്ങളിൽ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.